കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. രണ്ട് പെയർഡ് വേരിയബിൾസ് തമ്മിലുള്ള ഡയറക്ഷൻ ഓഫ് ചേഞ്ച് മനസ്സിലാക്കാനാണ് നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണ്. ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പ്രൈസും ഡിമാൻഡും തന്നേക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓഫ് ചേഞ്ച് നോക്കിയിട്ട് ഇവർ തമ്മിലുള്ള കോറിലേഷൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഇക്വേഷനാണ് താഴെ കാണിച്ചേക്കുന്നത്. RC is equal to +or- √2C - m whole divided by m. ഇവിടെ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ്. ആൻഡ് c is the number of concurrent deviations or the positive signs of the product. RC എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് ആണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 and 1. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ഇയർ തന്നിട്ടുണ്ട് 1990, 1991, 92, 93, 94, 95, 96 ആൻഡ് 97. പിന്നെ പ്രൈസും ഡിമാൻഡുമാണ് വേരിയബിൾസ് തന്നേക്കുന്നത്. പ്രൈസ് 25, 28, 30, 23, 35, 38, 39, 42. ഡിമാൻഡ് 35, 34, 35, 30, 29, 28, 26 ആൻഡ് 23. ആദ്യം തന്നെ നിങ്ങൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ഈ ഒരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ ഇയർ ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് കോളത്തിൽ അടുത്ത വേരിയബിൾ പ്രൈസ് എഴുതണം. ഇവിടെ നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൺകറൻറ്റ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ ആവശ്യമാണ്. രണ്ട് സീരീസിൻ്റെയും ഡീവിയേഷൻസ് ഫ്രം ദ പ്രീവിയസ് പീരീഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ സൈനാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡീവിയേഷൻസ് നോക്കാം. ഡീവിയേഷൻസ് ഫ്രം ദ പ്രീവിയസ് പീരീഡ്, കഴിഞ്ഞ പീരീഡിൽ നിന്നുള്ള വേരിയേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1990യുടെ നേരെ നമുക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം നമുക്കതിന് തൊട്ട് മുന്നേ ഉള്ള വർഷത്തെ വാല്യൂ തന്നിട്ടില്ല. ഇവിടെ നമുക്ക് 1990 ആണ് സ്റ്റാർട്ടിങ്. അവിടെ പ്രൈസ് 25 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റോ അങ്ങ് വിട്ടേക്കുക. അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനൊന്നും ഇല്ല. അതിനെ ബ്ലാങ്ക് ആയിട്ട് വിടുക. ഇനി നമുക്ക് അടുത്ത വർഷത്തെ നോക്കാം. 1991 28 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1990 പീരീഡിലെ പ്രൈസസുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. ഇവിടെ തീർച്ചയായിട്ടും 25നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ് 28. അതുകൊണ്ട് ആ ഒരു റോയിൽ അതിൻ്റെ നേരെ 28ന് നേരെ നിങ്ങൾ പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡീവിയേഷൻസ് അവിടെ പോസിറ്റീവാണ്. അതായത് പ്രീവിയസ് പീരീഡിൽ നിന്നും വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അവിടെ നമ്മൾ പ്ലസ് സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത ഇയറിൽ നോക്കുക. 1992 30 ആയിട്ട് കൂടിയിട്ടുണ്ട്. അവിടെയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡീവിയേഷനാണ്. സോ യു ഹാവ് ടു പുട്ട് പ്ലസ് സൈൻ. ഇനി നോക്കുക 23 ആയിട്ട് കുറഞ്ഞു നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ നമ്മൾ മൈനസ് സൈൻ കൊടുക്കുക. ഇത് ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ 23ൽ നിന്ന് അടുത്ത വർഷം 35 ആയിട്ട് കൂടിയിട്ടുണ്ട്. പോസിറ്റീവ് ഡീവിയേഷനാണ്. അതുകൊണ്ട് പ്ലസ് ഇടുക. പിന്നെ നെക്സ്റ്റ് ഇയറിൽ 38 ആയിട്ട് കൂടിയിട്ടുണ്ട്. അവിടെയും പ്ലസ് ഇടുക. പിന്നെ 39 ആണ്. അവിടെയും പോസിറ്റീവ് ഡീവിയേഷനാണ്. പ്ലസ് ഇടുക. ദെൻ 42 പോസിറ്റീവ് ഡീവിയേഷനാണ്. അവിടെയും പ്ലസ് ഇടുക. ഇത് തന്നെ വൈ സീരീസിലും കണ്ടിന്യൂ ചെയ്യുക. വൈ സീരീസ് അല്ലെങ്കിൽ ഡിമാൻഡ്. ഇപ്പോൾ ഡിമാൻഡ് ആദ്യം 1990 35 ആണ് തന്നേക്കുന്നത്. 1989 കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് റോ ഫ്രീ ആയിട്ട് വിടുക. അടുത്ത വർഷം നോക്കുക. 35ൽ നിന്നും 34 ആയിട്ട് കുറഞ്ഞു. ദാറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷനാണ്. സോ മൈനസ് സൈൻ ഇടുക. പിന്നെ 35 ആയിട്ട് കൂടി, പോസിറ്റീവ് ഡീവിയേഷനാണ്. പ്ലസ് സൈൻ ഇടുക. 30 ആയിട്ട് കുറഞ്ഞു, മൈനസ് ഇടുക. പിന്നെ 29 ആയിട്ട് കുറഞ്ഞു, മൈനസ് ഇടുക. 28 ആയിട്ട് കുറഞ്ഞു, മൈനസ് ഇടുക. 26 ആയിട്ട് കുറഞ്ഞു, മൈനസ് ഇടുക. ആൻഡ് ഫൈനലി 23 ആയിട്ട് കുറഞ്ഞു, മൈനസ് ഇടുക. അപ്പോൾ രണ്ട് സീരീസിൻ്റെയും സൈൻ ഓഫ് ഡീവിയേഷൻസ് ഫ്രം പ്രീവിയസ് പീരീഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് കോളത്തിൽ വേണ്ടത് പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ് ആണ്. അതായത് നമ്മൾക്ക് ഈ രണ്ട് ഡീവിയേഷൻസ് കിട്ടിയല്ലോ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ്. ആദ്യത്തെ റോ അങ്ങനെ തന്നെ വിടുക. കാരണം നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇനി 1991 ഡേറ്റ നോക്കുമ്പോൾ അവിടെ പ്രൈസിന് പോസിറ്റീവ് ഡീവിയേഷനും ഡിമാൻഡിന് നെഗറ്റീവ് ഡീവിയേഷനുമാണ് വന്നേക്കുന്നത്. സോ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? മൈനസ്. സെയിം സൈൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് സൈനാണ്. അതുപോലെ ഡിഫറെൻറ്റ് സൈൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് സൈനാണ്.
ഇനി 1992 ഡേറ്റ നോക്കുക. അവിടെ പ്രൈസിൻ്റെ ഡീവിയേഷൻസ് പോസിറ്റീവും ഡിമാൻഡിൻ്റെ ഡീവിയേഷൻസ് പോസിറ്റീവുമാണ്. ഇതിനെയാണ് നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻസ് എന്ന് പറയുക. അതായത് രണ്ട് വേരിയബിൾസിൻ്റെയും ഡയറക്ഷൻ ഓഫ് ചേഞ്ച് സെയിം ആണ്, രണ്ടും ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ കൺകറൻറ്റ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും? പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് തന്നെയാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഒരുപോലെയുള്ള സൈൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂവും രണ്ട് വ്യത്യസ്തമായ സൈൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി 1993 ഡേറ്റ നോക്കുക. അവിടെയും പ്രൈസും ഡിമാൻഡും മൂവ് ചെയ്തിരിക്കുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. രണ്ടിൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻസ് ആണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺകറൻറ്റ് ഡീവിയേഷൻസ് ആണെന്ന് പറയാം. കൺകറൻറ്റ് ഡീവിയേഷൻസ് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ് വരുന്നത്. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ മാറുന്നത്, രണ്ടും ഒരേ സൈനാണ് വന്നേക്കുന്നത്. രണ്ടും ഒരേ സൈനിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ്. ഇനി 94 ഡേറ്റ നോക്കുക. അവിടെ ഒരു ഡീവിയേഷൻ പ്ലസും മറ്റേ ഡീവിയേഷൻ മൈനസും ആണ്. സോ മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് മൈനസ്. ഇനി 1995 ഡേറ്റ നോക്കുക. അവിടെ പ്രൈസിന് പോസിറ്റീവ് ഡീവിയേഷൻസും ഡിമാൻഡിന് നെഗറ്റീവ് ഡീവിയേഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. സോ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി അടുത്ത 2 വർഷത്തെ നോക്കുവാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. പ്രൈസിന് പോസിറ്റീവ് ഡീവിയേഷനും ഡിമാൻഡിന് നെഗറ്റീവ് ഡീവിയേഷനുമാണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മൈനസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ കൺകറൻറ്റ് ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും സൈൻ ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്, ഒരുപോലെയുള്ള ഡീവിയേഷൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് ആണ്. അപ്പം ആദ്യം അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് m ഹോൾ ഡിവൈഡഡ് ബൈ m. ഈ ഇക്വേഷനിലെ സി എന്താണ്? നമ്പർ ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ എത്ര പോസിറ്റീവ് സൈൻസ് ആണ് കിട്ടിയിട്ടുള്ളത്? മൊത്തം കൂടെ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസിൻ്റെ കോളത്തിൽ നോക്കിയാൽ മൊത്തം നമുക്ക് 2 എണ്ണമാണ് കിട്ടിയേക്കുന്നത്. സോ ഇവിടെ സി എത്രയാണ്? സി ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ളത് എം ആണ്. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഡീവിയേഷൻസ്. ഇവിടെ എത്ര പെയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ആണുള്ളത്? മൊത്തം എത്ര ഒബ്സർവേഷൻസ് ആണോ നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് ഒന്ന് കുറച്ച് വേണം നമ്മൾ പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എഴുതാൻ. അതായത് 1990 ഇത് നമുക്ക് തന്നിട്ടില്ല, ബാക്കി നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 91 തൊട്ട് 97 വരെ ഉള്ളതാണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമ്മുടെ എം എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു 7. ഇനി ഫൈനൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ എങ്ങനെ വരുമെന്നും കൂടെ പറയാം. അപ്പോൾ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2cയുടെയും അതുപോലെ എമ്മിൻ്റെയും വാല്യൂവിനെ അനുസരിച്ചാണ്. അപ്പോൾ 2c ആണ് എമ്മിനെക്കാട്ടിൽ കൂടുതലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. 2c എമ്മിനെക്കാട്ടിലും കുറവാണെങ്കിൽ നെഗറ്റീവ് സൈനാണ് റിസൾട്ടിന് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി ഇക്വേഷനിലേക്ക് വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RC is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c എന്ന് പറയുന്നത് C2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് എം എന്ന് പറയുന്നത് 7 ആണ്. മൈനസ് 7 ഹോൾ ഡിവൈഡഡ് ബൈ 7. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 2 4 ആണ്. 4 മൈനസ് 7 മൈനസ് 3 ആണ്. സോ മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 7. മൈനസ് 3 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 0.65 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സൈൻ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദ വാല്യൂ ഓഫ് 2c ആൻഡ് m. 2cയുടെ വാല്യൂ എമ്മിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് സൈൻ കൊടുക്കുക. 2cയുടെ വാല്യൂ എമ്മിനെക്കാട്ടിലും കുറവാണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ 2c എന്ന് പറയുന്നത് 4ഉം m എന്ന് പറയുന്നത് 7ഉം ആണ്. അപ്പോൾ 2c ആണ് ഇവിടെ ചെറുത്. അപ്പോൾ നമ്മൾ ആൻസറിന് കൊടുക്കേണ്ട സൈൻ നെഗറ്റീവ് ആണ്. So here the coefficient of concurrent deviations is negative. That means the variables price and demand are inversely related.